ഗുഡ് മോർണിംഗ്, വെൽക്കം ടു ഡേ 27 ഓഫ് 30 ഡേയ്സ് ചലഞ്ച്. അപ്പോൾ നമുക്കിനി 3 more days ടു ഗോ ആണ് 30 ഡേയ്സ് കംപ്ലീറ്റ് ആവാനായിട്ട്. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്, കാരണം ഞാൻ ഇത്രയും ചെയ്തല്ലോ. നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും വരെ കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇന്ന് ഓഫീസിൽ ഐഷു ഇന്ന് 3 ദിവസം കംപ്ലീറ്റ് ആക്കി വീട്ടിലോട്ട് പോകുന്ന ദിവസമായിരുന്നു. അപ്പം നമ്മൾ നേരത്തെ ഫുഡ് കഴിക്കാനൊക്കെ വിചാരിച്ചു എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു, പിന്നെ വർക്കൊക്കെ ചെയ്തു. പിന്നെ നമ്മുടെ എന്നത്തെയും പോലെ ടീ ടൈമിൽ സ്നാക്സൊക്കെ കഴിച്ചുകൊണ്ടിരുന്നു. പിന്നെ ക്രിക്കറ്റ് ഉണ്ടായിരുന്നു, അവിടെ TV വെച്ചിട്ടുണ്ട്, അപ്പോൾ അതിൽ ക്രിക്കറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് കോഹ്ലി സെഞ്ചുറി അടിച്ചതിൻ്റെ എല്ലാവരും ഭയങ്കര ആഘോഷിച്ച് കൈയൊക്കെ അടിച്ചിരുന്ന് ആ ഒരു വീഡിയോ ഉണ്ട് അടുത്ത കാണാൻ പോകുന്നത്. ആ സെഞ്ചുറി അടിച്ച് എല്ലാവരും കൈയടിച്ച് സെറ്റായി വന്നപ്പോഴത്തേക്കും കോഹ്ലി ഔട്ടായി പോയി. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടൊക്കെ പറഞ്ഞ് കളിയാക്കുമായിരുന്നു, നിങ്ങളെല്ലാവരും കൂടെ കൈയടിച്ചെന്ന് പാവം കോഹ്ലിനെ ഔട്ടാക്കി എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇന്ന് ഓപ്പറേഷൻ ഡെമോ ഉണ്ടായിരുന്നു, അപ്പം അത് കാണാൻ കുറേ പേര് ശംഖുമുഖത്ത് പോയിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് ആക്ച്വലി ഇവിടെ ഇരുന്ന് പ്ലെയിനും ആ ഹെലികോപ്റ്റർ പോകുന്നതും ഒക്കെ കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ അവിടെ ബാൽക്കണിയിൽ നിന്നിട്ട് പോയിരുന്ന് കണ്ടു. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു അവിടെ നിന്ന് കാണാനായിട്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു, ഹെലികോപ്റ്റർ പോണതിൻ്റെയും ഇതിൻ്റെയൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അത് കറക്റ്റ് ഇങ്ങനൊരു ഫോർമേഷനിൽ പോകാനാണ് കാണാനായിട്ട്. അത് കഴിഞ്ഞിട്ട് നേരെ വീടെത്തി ചായയൊക്കെ കുടിച്ചു. പിന്നെ കുറച്ച് വർക്ക് പെൻഡിങ് ഉണ്ടായിരുന്നു, കോളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ചെയ്തു. പിന്നെ എനിക്ക് ഡാൻസ് ടീമിലുള്ള അക്ഷയിൽ നിന്ന് പാട്ടൊക്കെ പാടി അയച്ചെന്ന്, എനിക്കിഷ്ടമുള്ള പാട്ടൊക്കെ പാടി അയച്ചെന്ന് അത് ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ആ പാട്ടും കുറച്ച് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ, ഗുഡ് നൈറ്റ്. നമ്മൾ വീഡിയോ ഒന്ന് കംപ്ലീറ്റ് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ ശരി, ബൈ, നാളെ കാണാം. യാത്രയിൽ ഹൃദയം തിരഞ്ഞ പ്രിയ സ്വപ്നമേ, മിഴികൾക്കു മുൻപിലിതളാർന്നു നീ വിരിയാനൊരുങ്ങി നിൽക്കയോ.